നമസ്കാരം. സ്വകാര്യ ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശിയായ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ആരോപണമുന്നയിച്ച യുവതിയുടെ മൊഴിയെടുക്കുവാനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അടക്കം വിഷയം വ്യാപകമായി ചർച്ചയാവുകയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതികൾ ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അന്വേഷണം ശക്തമാക്കുന്നത്. ലൈംഗികാതിക്രമം നടന്നുവെന്ന് പറയുന്ന ബസ് ജീവനക്കാരുടെ അടക്കം മൊഴിയെടുക്കും. പോലീസിൽ പരാതി നൽകാതെ ഈ യുവതി വീഡിയോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത സാഹചര്യവും അന്വേഷിക്കും. യുവതിക്കും ആത്മഹത്യ ചെയ്ത യുവാവിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ പോലീസിന്റെ വിലയിരുത്തൽ. സംഭവത്തിലെ കൂടുതൽ വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിക്കുവാനും പോലീസ് ഒരുങ്ങുന്നുണ്ട്. യുവതിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ആലുവ സ്വദേശിയും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഗോവിന്ദപുരത്തെ സെയിൽസ് മാനേജറായ യുവാവ് ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ യാത്രയ്ക്കിടെയാണ് ഈ ആരോപണമുയർന്നത്. തിരക്കുള്ള ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം കാണിച്ചുവെന്നാരോപിച്ച് യുവതി വീഡിയോ പകർത്തുകയായിരുന്നു. ഈ വീഡിയോയ്ക്കെതിരെ ആദ്യം മുതൽക്ക് തന്നെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. സംഭവത്തിൽ ഇയാൾ വലിയ മാനസിക പ്രയാസത്തിലായിരുന്നുവെന്നാണ് കുടുംബവും സുഹൃത്തുക്കളും അടക്കം പറയുന്നത്. എന്നാൽ യുവതി ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ശരീരത്തിൽ തെറ്റായ ഉദ്ദേശത്തോടെ സ്പർശിച്ചതിനാലാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് യുവതി ആവർത്തിച്ചത്. പയ്യന്നൂർ വെച്ചായിരുന്നു സംഭവമെന്നും വടകര പോലീസിൽ വിവരം അറിയിച്ചിരുന്നുവെന്നും ഈ യുവതി പറയുന്നുണ്ട്. വീഡിയോ പകർത്തുന്നത് യുവാവ് കണ്ടതോടെയാണ് ഇയാൾ ബസ്സിൽ നിന്നിറങ്ങി വേഗത്തിൽ നടന്നു പോയതെന്നും ഈ യുവതി പറയുകയുണ്ടായി. യുവാവിന്റെ മരണത്തിന് പിന്നാലെയും കടുത്ത വിമർശനമാണ് യുവതിക്കെതിരെ ഉയർന്നത്. തുടർന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും ഈ വീഡിയോ അടക്കം യുവതി ഡിലീറ്റ് ചെയ്തതായാണ് റിപ്പോർട്ട്. സംഭവത്തിൽ കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപകിന്റെ കുടുംബം യുവതിക്കെതിരെ ഇന്ന് പരാതി നൽകി. സംഭവത്തിൽ യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണയെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഈശ്വർ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ബസ്സിൽ വെച്ച് അതിക്രമം നേരിട്ടെന്ന് കാണിക്കുന്ന വീഡിയോ ആദ്യം പങ്കുവയ്ക്കുകയും പിന്നീട് ഇത് ഡിലീറ്റ് ചെയ്ത് മറ്റൊരു വിശദീകരണ വീഡിയോ കൂടി യുവതി പുറത്തിറക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് ഈ തിരക്കുള്ള ബസ്സിൽ വെച്ച് ദീപക് അപമര്യാദയെ പെരുമാറിയതാണെന്ന് യുവതി പരാതിപ്പെട്ടത്. ദുരുദ്ദേശത്തോടെ യുവാവ് ശരീരത്തിൽ സ്പർശിച്ചുവെന്ന് വടകര പോലീസിൽ പരാതി നൽകി. ബസ്സിൽ നിന്ന് യുവതി ചിത്രീകരിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. തിരക്കുള്ള ബസ്സിൽ വെച്ചാണ് ഈ യുവതി വീഡിയോ ചിത്രീകരിച്ചത്. ഈ വീഡിയോയിൽ ദീപക് അപമര്യാദയായി പെരുമാറി എന്നാണ് യുവതി ആരോപിക്കുന്നത്. ദീപക് നിരപരാധിയാണെന്നും വീഡിയോ തെറ്റായ രീതിയിൽ പ്രചരിക്കപ്പെട്ടതാണെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു യുവതി വീഡിയോ എടുത്തതെന്നും ദീപകിനെ അറിയാവുന്നവർക്ക് അദ്ദേഹം ഇത്തരക്കാരനല്ല എന്നും അവർ തന്നെ പറയുന്നുണ്ട്. കണ്ണൂരിലെ ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലെ സെയിൽസ് മാനേജറാണ് ദീപക്. ജോലി സംബന്ധമായ ആവശ്യത്തിന് പോകുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കണ്ടന്റുകൾക്കായി യുവതി മനഃപൂർവ്വം മുന്നോട്ട് കയറി വന്ന ദീപകിനെ സ്പർശിക്കുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വലിയ മാനസിക വിഷമത്തിലായിരുന്നു ദീപക്. ഇത് സുഹൃത്തുക്കളോടടക്കം ഇക്കാര്യം പങ്കുവച്ചിരുന്നു. തുടർന്ന് രാത്രിയിലും ഇക്കാര്യം പലരോടും സംസാരിച്ചു. ദീപക് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ മേധാവി അടക്കം ദീപകിനെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമാണ് പറയുന്നത്. ദീപകിന്റെ ആത്മഹത്യക്ക് കാരണമായി പറയുന്ന ആ വീഡിയോ നമ്മൾ വീണ്ടും വീണ്ടും അവിചാരിതമായി കാണുകയാണ്. ശരിക്കും ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ചില സംശയങ്ങൾ പറയാതെ വയ്യ. വീഡിയോ 2 ഭാഗങ്ങളാണ്. ആദ്യ ഭാഗം ദീപകിനെ വ്യക്തമായി കാണാം. വെൽ ഡ്രസ്സായ ഒരു യുവാവ് ജോലി കഴിഞ്ഞ് മടങ്ങുകയോ ജോലിക്ക് പോവുകയോ ആയിരിക്കാം എന്നാണ് നമുക്ക് തോന്നുക. കയ്യിലൊരു ഹാൻഡ് ബാഗ് ഉണ്ട്. സീറ്റില്ലാത്ത തിരക്കേറിയ ബസ്സിൽ മറ്റു യാത്രക്കാരെ പോലെ നിൽക്കുകയാണ്. അയാൾ യുവതിയെ നോക്കുകയോ ശ്രദ്ധിക്കുകയോ ദേഹത്ത് സ്പർശിക്കുകയോ ചെയ്യുന്നില്ല. ബോഡി ലാംഗ്വേജിലും മുഖഭാവത്തിലും ഒരു അസ്വാഭാവികതയും കാണുന്നില്ല. അയാൾ തന്റെ ബാഗ് ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ നിൽക്കുന്നു. 2ാം ഭാഗം ഇതൊരു സ്ലോ മോഷനിലാണ്. എഡിറ്റിംഗിലൂടെ സ്ലോ മോഷൻ നൽകിയതാണെന്ന് വ്യക്തമാണ്. ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അത് ബസ് സ്റ്റോപ്പിൽ എത്തിയെന്ന തെളിവാണ്. ബസ് നിൽക്കുന്നു. യാത്രക്കാർ ഇറങ്ങാൻ തിരക്കും കൂട്ടുന്നു. ദീപക്കും ഇറങ്ങുവാൻ തയ്യാറെടുക്കുന്ന സമയമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം അയാൾ ബാഗ് ഉയർത്തിപ്പിടിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് ആദ്യ സ്പർശനം സംഭവിക്കുന്നത്. ബാഗ് മുന്നിലുള്ള ആളിനിടയിൽ കുടുങ്ങുന്നു. അത് വലിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് രണ്ടാമതായി ശക്തമായി തോന്നുന്ന ടച്ച് ഉണ്ടാകുന്നത്. തിരക്കുള്ള ബസ്സിലോ ട്രെയിനിലോ ബാഗുമായി യാത്ര ചെയ്തിട്ടുള്ളവർക്ക് ഇത് ഇത്ര സാധാരണമായി സംഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കുവാൻ പ്രത്യേക ഒരു വിശദീകരണം വേണ്ട. ഇതൊരു ഇന്റൻഷണൽ ആക്ട് ആണോ? ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ തന്നെ ഇതൊരു ആക്സിഡന്റൽ ടച്ച് മാത്രമാണെന്നാണ് തോന്നുന്നത്. മറ്റൊരു പ്രധാന കാര്യം, തിരക്കുള്ള ബസ്സിൽ ഇറങ്ങേണ്ട സ്റ്റോപ്പിന് മുൻപ് യാത്രക്കാരൻ സാധാരണയായി തയ്യാറായി നിൽക്കും. ഈ വീഡിയോയിലും അതുതന്നെയാണ്. ആദ്യ ഭാഗത്ത് ദീപക് മുന്നിലും യുവതി പിന്നിലുമാണ് ഉള്ളത്. 2ാം ഭാഗത്താണ് ദീപക് സെന്ററിലേക്ക് നീങ്ങുമ്പോൾ ഈ യുവതി ചെരിഞ്ഞു നിൽക്കുന്നത്. അതുവരെ നേരെ പിന്നിൽ നിന്നിരുന്ന യുവതി ഇയാൾ ഇറങ്ങാൻ തയ്യാറാകുന്ന നിമിഷം എന്തിനാണ് ക്യാമറ ഓൺ ചെയ്ത് ചെരിഞ്ഞു നിൽക്കുന്നത്? ഇതാണ് ഈ ഒരു സംശയത്തിന് ഇട നൽകുന്ന മറ്റൊരു ചോദ്യം.
റീലുകളുടെ റീച്ചിനായി കഥകൾ നിർമ്മിക്കുമ്പോൾ ഇരയായത് ദീപക് മാത്രമല്ല, ബസ്സിലും ട്രെയിനിലും യഥാർത്ഥത്തിൽ ലൈംഗിക പീഡനം നേരിടുന്ന സ്ത്രീകൾ കൂടിയാണ്. വ്യാജ ആരോപണങ്ങൾ അവരുടെ ശബ്ദം തന്നെയാണ് മായ്ച്ചു കളയുന്നത്. ആ സ്ത്രീക്ക് ഒഴിഞ്ഞു നിൽക്കുവാനുള്ള സ്ഥലം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ യുവാവിനോട് അല്പം അകന്നു നിൽക്കുവാൻ വേണമെങ്കിൽ ആ യുവതിക്ക് പറയാം. ആ ചെറുപ്പക്കാരന്റെ അടുത്തുനിന്ന് മാറി നിൽക്കാം. കണ്ടക്ടറോട് പരാതിപ്പെടാം. ഇങ്ങനെയൊന്നും ചെയ്യാതെ ആ സ്ത്രീ വീഡിയോ എടുത്തത് കൃത്യമായ ദുരുദ്ദേശത്തോടെയാണ്. നവമാധ്യമത്തിൽ താനെടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്ത് അതിലെ ലൈക്കും കമന്റും ഷെയറും കണ്ട കോൾമേർ കൊള്ളുക. മിക്ക ആണുങ്ങളും ഞരമ്പ് രോഗികളാണെന്ന് പൊതുസമൂഹത്തെ തന്റെ വീഡിയോയുടെ ബോധ്യപ്പെടുത്തുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാകാം അവർ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തത്. അതല്ലാതെ കേസ് കൊടുക്കുന്നതിന് ഒരു തെളിവായിട്ടല്ല. അങ്ങനെ കേസ് കൊടുക്കാനായിരുന്നെങ്കിൽ അവർ ആ വീഡിയോ നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യില്ലായിരുന്നു. 2 ആഴ്ച മുൻപും ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിപ്പിക്കുകയുണ്ടായി. അതിലെന്തായാലും ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതിജീവിതന്റെ മുഖം ബ്ലർ ചെയ്യുകയാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അയാൾ ആത്മഹത്യയിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ദൈനംദിന കിലോമീറ്ററുകൾ KSRTCയിലും പ്രൈവറ്റ് ബസ്സിലും സഞ്ചരിക്കുന്ന പലർക്കും സത്യം പറഞ്ഞാൽ തിരക്കുള്ള ബസ്സിൽ സഞ്ചരിക്കാനൊക്കെ ഭയമാണ്. രാവിലെ പൊതിയും കെട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പലരും പറയും, പെണ്ണുങ്ങളുടെ അടുത്തേക്കൊന്നും നിൽക്കരുതേ, അല്ലെങ്കിൽ ആണുങ്ങളുടെ അടുത്തേക്കൊന്നും നിൽക്കരുതേ, സൂക്ഷിച്ചു നിൽക്കണം. അതൊക്കെ ഒരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ എത്ര തിരക്കുണ്ടെങ്കിലും ആളുകൾ കുറവുള്ള ബസ്സിലെ യാത്ര ചെയ്യാൻ തയ്യാറാവുകയുള്ളൂ പലരും. പക്ഷേ ഈ ഓഫീസ് ടൈം, കോളേജ് ടൈമിലൊക്കെ ആകുമ്പോൾ പലരും ആ അത്തരമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പലരും ആ ബസ്സിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും തന്റെ ശരീരത്തെ എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാമോ അത്തരത്തിൽ പല സ്ത്രീകൾക്കും പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. എന്തുകൊണ്ട് എത്ര തിരക്കുള്ള ബസ്സിലാണെങ്കിലും അതിന് സാധിക്കാറുണ്ട്. വൈകുന്നേരങ്ങളിൽ സ്കൂൾ, കോളേജ് കുട്ടികളൊക്കെ ബസ്സിൽ കയറുന്ന സമയമൊക്കെയാണ്. ലക്കും ലഗാനും ഇല്ലാതെയൊക്കെ കലപില സംസാരിച്ച് കയറി വരുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ തന്നെ പരമാവധി പേരും ഒഴിഞ്ഞു മാറി നിൽക്കാറുണ്ട്. തിരിച്ചും അതുപോലെ ആണുങ്ങളെ കാണുമ്പോഴും. ഇതൊരു പക്ഷേ ഒരു ഒട്ടുമിക്ക ആണുങ്ങളും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ഒരു മാനസിക പ്രശ്നം തന്നെയാണ്. ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളും പല സഹയാത്രികരുമായും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുമുണ്ട്. അതിലൊന്നാമതായി മനസ്സിലായത്, ഒരു പെണ്ണിനെതിരെ പ്രശ്നമുണ്ടായാൽ നിയമവും സമൂഹവും എന്നും പെണ്ണിനൊപ്പം തന്നെയാണ്. എതിരെ പെണ്ണാണെങ്കിൽ പൊതുസമൂഹം ആണിന് കുറ്റക്കാരനെ മുദ്ര കുത്തുമെന്ന്. മാത്രമല്ല, സത്യാവസ്ഥ തെളിഞ്ഞു വരുമ്പോഴേക്കും തല്ലി ആ ആണിന്റെ നട്ടല് നാട്ടുകാർ ഒടിച്ചിരിക്കും. മാത്രമല്ല, നിമിഷാർത്ഥം കൊണ്ട് ആ വിഷയം സമൂഹ മാധ്യമങ്ങളുടെ പുറത്തു വരികയും ചെയ്യും. സദാചാര ആങ്ങളമാർ പെണ്ണിനെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കും. അത്തരം ആങ്ങളമാരുടെ കമന്റുകൾ വായിച്ചാൽ പെട്ട തള്ള സഹിക്കില്ല. അമാതിരി കമന്റുകളാകും നവമാധ്യമങ്ങളിൽ നിറയുക. സത്യത്തിൽ ഈ വിഷയം ദൃശ്യമാധ്യമങ്ങളിൽ അന്തിച്ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്നാൽ ഈ വിഷയം അന്തിച്ചർച്ച ചെയ്യാതെ വെറുമൊരു വാർത്ത മാത്രമാക്കി പല മാധ്യമങ്ങളും മാറ്റുകയാണ്. എന്നാൽ ഒറ്റ മകൻ മാത്രമുള്ള ദീപകിന്റെ മാതാപിതാക്കളെ കുറിച്ചുകൂടി ഒന്ന് ആലോചിക്കേണ്ടി വരും. സമാധാനമായി ജീവിച്ചു വന്ന ഒരു കുടുംബം, മകൻ ജോലി കഴിഞ്ഞ് സമാധാനത്തോടെ തിരികെ വരുന്നത് കാത്തിരിക്കുന്ന മാതാപിതാക്കൾ. എത്ര വേഗത്തിലാണ് ആ കുടുംബം തീരാ ദുഃഖത്തിലേക്ക് മാറ്റപ്പെട്ടത്. അവസാന ഒരു പിടി മണ്ണ് ആ മകന്റെ നെഞ്ചിൽ വീഴുന്നത് വരെ ആ അച്ഛനമ്മമാരുടെ സങ്കടം ഇനി മാറില്ല. ഇനി അവർ എങ്ങനെ മുന്നോട്ടുള്ള കാലം ജീവിക്കും? ആ ചോദ്യം ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ അവശേഷിക്കുമ്പോഴും ഇവിടെ അതിജീവിതമാർ വൈറലാകാൻ വേണ്ടി വീണ്ടും ഞനമ്പന്മാരായ ആങ്ങളമാരെ തേടി നമുക്കിടയിലൂടെ മൊബൈലും പൊക്കിപ്പിടിച്ച് ക്യാമറയും ഓണാക്കി നടക്കുന്നുണ്ടാകാം. അവർ ഇങ്ങനെയൊക്കെ വീഡിയോകൾ പോസ്റ്റ് ചെയ്താൽ അതിൽ ഇരയാകുന്നവർക്ക് എന്ത് സംഭവിച്ചാൽ അവർക്കെന്താണ്? അഥവാ അവർക്ക് എന്തെങ്കിലും വിമർശനങ്ങൾ വന്നാൽ തന്നെ സദാചാരവാദികളായ ആങ്ങളന്മാർ അവർക്കൊപ്പം ഉണ്ടാകാം. അതാണ് ഇത്തരക്കാരുടെ വിജയവും. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഇനി ഒരിക്കലും കാണുവാൻ സാധിക്കാത്ത ദീപകിന് ആദരാഞ്ജലികൾ നേരുകയാണ്.